ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സാർ, പ്രേമാനന്ദൻ സാർ, എൻ്റെ സഹപ്രവർത്തകനും ജ്യേഷ്ഠ സഹോദരനുമായ മണിയേട്ടൻ, അഡ്വക്കേറ്റ് രാജേഷ്, ശ്രീ സെന്തിൽ രാജേഷ്, തെറ്റുപോയില്ലല്ലോ അല്ലേ? രാജൻ സാർ എന്ന വേദിയിലിരുത്തി നമ്മൾ അപമാനിക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് കേട്ടേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞാണ്, സോറി. എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരും അനുഭവ സമ്പത്തുമുള്ള കലാഹൃദയമുള്ള ബിസിനസ്സുകാര്, സഹോദരങ്ങൾ, സിനിമയെ കുറിച്ചെല്ലാം മണിയേട്ടൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു. ഒരു പ്രസംഗം കേൾക്കാനുള്ള മൂഡില്ല എന്നൊക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. എന്നാലും എറണാകുളത്ത് നിന്ന് ഇവിടത്തോളം ഇരുന്ന് വന്നതല്ലേ എന്നോർത്ത് രണ്ട് വാക്ക് നിങ്ങളോട് പറയാതിരിക്കാനും നിവർത്തിയില്ല. നിങ്ങളോർക്ക് ഇവിടെ ഒരു ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്ത രണ്ടവന്മാരുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ഇറക്കിയിട്ട് എല്ലാവരോടും കാണാൻ പറയാൻ വന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതും. പക്ഷേ സത്യത്തിൽ അതല്ല. 10-13 വർഷമായി ഞങ്ങൾ ഈ സീരിയൽ രംഗത്ത്, ടെലിവിഷനിലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നു. മണിയേട്ടൻ പറഞ്ഞതുപോലെ മില്യൺ വ്യൂവേഴ്സ്, മലയാളികളായ മുഴുവൻ, ലോകത്ത് മുഴുവനുള്ള മലയാളികൾ മറിമായം കാണാറും ഞങ്ങളെ അഭിനന്ദിക്കാറും അതിൽ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കാണുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ സിനിമയിൽ വരാത്തത്, നിങ്ങളെന്താ സിനിമയിൽ വരാത്തത്, നിങ്ങൾ 10 പേരും അനുഗ്രഹീത കലാകാരന്മാരും നടന്മാരുമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുക. ഏതായാലും അഭിനയിക്കാനുള്ള ലുക്കും പവറും ഇല്ല, അപ്പം അതിനാരും വിളിക്കില്ല. പുറകിൽ നിന്നിട്ടൊരു സിനിമ ചെയ്യാമെന്ന് കരുതി മണിയേട്ടൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ദൈവം ഇതെന്തോ തീരുമാനിച്ചിട്ടുണ്ടായതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറും കാണിക്കാത്തൊരു ചങ്കൂറ്റം കാണിച്ചൊരു മനുഷ്യനാണ് പുറകിലിരിക്കുന്നത്. വെറുതെ ഒരു ഫോൺ കോൾ. അദ്ദേഹവും തിയേറ്റർ വ്യവസായം നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനും മണിയേട്ടനും ഇവരുടെ സപ്തതരംഗയുടെ ഓഫീസിൽ ഗുരുവായൂർ വന്ന് ചർച്ച നടത്തി. നമ്മുടെ ചെറിയ ഇടിയും വെടിയും പുകയും കുടിയും അടിയൊന്നുമില്ലാത്ത മനുഷ്യന്റെ മണമുള്ള ഒരു കഥ പറഞ്ഞു. അതവർക്ക് ഇഷ്ടമായി. നിങ്ങൾ ഏത് നടനെ വെച്ച് വേണേലും ചെയ്തു എന്ന് പറഞ്ഞ് ഒരുവിധം മുഖത്ത് വെട്ടവും യുവാക്കളായ മുഴുവൻ നടന്മാരുടെ പുറകെ ഞങ്ങൾ 1.5 ഇവിടെ തുറന്നു പറയാലല്ലേ സാറേ? ഇനി വല്ല വിവാദം ഉണ്ടാക്കണ്ട, കാരണം ഈ പടത്തിന് ഇനി ആളെ വിട്ട് പോകിക്കും. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കണ്ട. ഞാനിത് സത്യസന്ധമായിട്ട് പറയാൻ എനിക്കറിയാം.